എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ദുഷ്ടമൂർത്തികളൊക്കെ നമ്മളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് എങ്ങനെ പൂജയില്ലാതെ നമുക്ക് സ്വയമേ മാറ്റാം എന്ന ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രത്തെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫോൺ നമ്പറിൻ്റെ അവസാനമാക്കം വെച്ച് ന്യൂമറോളജി പ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2-3 പേര് ചോദിച്ച ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടുണ്ടെന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാനത് ചോദിച്ചിട്ട് കുറച്ച് പേര്, ഒരാൾ 2-3 പേര് ചോദിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പറയണത്. ന്യൂമറോളജി പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വടക്കുംഭാഗത്ത് മഠത്തിലെ ദേവതയ്ക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന 101 രൂപ വീതമോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലിടാൻ പറ്റുന്നവരൊക്കെ ഇട്ടൊന്ന് സഹകരിക്കുക. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് വീട് വെക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു, വീട് പഠിക്കാനുള്ള സ്ഥലം പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് ഉള്ളവരൊക്കെയും, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ശത്രുദോഷം ഇതൊക്കെ മാറ്റിത്തരണം ഭഗവതി എന്നൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. 7902 90 45 02 7902 90 45 02 നമ്പറിലേക്ക് നമ്മൾ വാട്സാപ്പ് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. ഒന്നുകൂടി പറയാം, 7902 90 45 02 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്താൽ നമുക്ക് കിട്ടും. ദേവതയ്ക്ക് സ്ഥലം മേടിക്കാനായിട്ട് നിങ്ങളുടെ ഒരു വീതം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതിന് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ന്യൂമറോളജി പ്രകാരം നമ്മുടെ ഫോൺ നമ്പറിൻ്റെ അവസാനമാക്കം വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് 0 ആയിട്ടുള്ള നമ്പറിനെ കുറിച്ചാണ് പറയാം. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആശങ്കകളൊക്കെ മാറി, ആശങ്കയൊക്കെ പെടേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറി കിട്ടുന്നതാണ്. പുതിയ ജീവിത മാർഗ്ഗങ്ങളൊക്കെ തെളിയും, പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് പുത്തൻ അവസരങ്ങളൊക്കെ ലഭിക്കുകയും സർവ്വത്തിൽ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസത്തോടെ നമുക്ക് അവസരങ്ങളൊക്കെ കൈ വരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസമൊക്കെ കൂടും. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് പറയുന്നത് 8, നിങ്ങളുടെ ഭാഗ്യ നിറം ആകാശനീലം, നിങ്ങളുടെ ഭാഗ്യരത്നം ഇന്ദ്രനീലം, നിങ്ങൾക്ക് ഭാഗ്യ ദിവസമായിട്ട് വരുന്നത് വെള്ളിയാഴ്ച. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ അങ്ങനെ പരീക്ഷിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഈ നമ്പറും നമ്മുടെ ഭാഗ്യ നമ്പറും വെച്ച് ഭാഗ്യ ദിവസം വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഭാഗ്യക്കുറികളൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പറയാനായിട്ട് പറയുന്നത് 1 എന്ന് അവസാനമാക്കം വരുന്ന നമ്പറിനെ കുറിച്ചിട്ടാണ് പറയാം. നിങ്ങളൊരു തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയായിരിക്കും, ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കും. അതുപോലെ ഒരുപാട് മാർഗം തെളിഞ്ഞു വരും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നൊരു സമയമാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് പറയുന്നത് 1, ഭാഗ്യ നിറം ചുമപ്പും, അതുപോലെ ഭാഗ്യരത്നം മാണിക്യമാണ്. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. ഭാഗ്യക്കുറിയൊക്കെ പരീക്ഷിക്കാനായിട്ട് ചൊവ്വാഴ്ച ദിവസം 1 നമ്പറൊക്കെ ഭാഗ്യക്കുറിയൊക്കെ എടുത്തതിന് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഭാഗ്യക്കുറികളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 2 ഭാഗ്യ ഫോൺ നമ്പറായിട്ടുള്ളവരെയാണ് പറയുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നായി പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാം. ഇനി പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി കൂടിച്ചേരാനും അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കാനൊക്കെ സാധിക്കും. അതിനുശേഷം ജീവിതം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് സുഹൃത്പരമായിട്ടുള്ള ഇതിലൂടെ നമ്മുടെ ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യ നമ്പർ 5, ഭാഗ്യ നിറം ഓറഞ്ചാണ്, ഭാഗ്യരത്നം പാരിജാതമാണ്, ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 3 ഫോൺ നമ്പറിൻ്റെ അവസാന അക്കമായിട്ടുള്ളവരെയാണ് പറയാൻ പോകുന്നത്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരം മുൻഗണന എപ്പോഴും കൊടുത്തിരുന്നത്. ഇനി അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ട ഒരു മാറ്റുന്നൊരു സമയമാണ് വരുന്നത്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതിന് പുതിയ അവസരങ്ങളൊക്കെ വരികയും അതുപോലെ പുതിയ സൗഹൃദങ്ങളൊക്കെ വന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു സമയവും ആണ് വരാൻ പോകുന്നത്. ന്യൂമറോളജി പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പർ 7, ഭാഗ്യ നിറം പിങ്കാണ്, ഭാഗ്യരത്നം മുത്താണ്, ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ്.
അടുത്തതിന് പറയാവുന്ന 4 അവസാനക്കായിട്ടുള്ളവരെയാണ്. ആത്മവിശ്വാസവും ദൃഢനിശ്ചയം കൈവരുന്ന ഒരു സമയമാണ്. പരിശ്രമങ്ങളൊക്കെ വിജയിക്കാൻ പോകുന്നു. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്താലും മുന്നോട്ട് പോയാലൊക്കെ വിജയിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ വിജയിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 9 മഞ്ഞയാണ് ഭാഗ്യനിറം. മരതകമാണ് ഭാഗ്യരത്നം. വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസമായിട്ട് പറയപ്പെടുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് അക്കം 5 ഫോൺ നമ്പറിൻ്റെ അവസാന അക്കം 5 നാട് വിട്ടു പോകുക, സ്വന്തം ദേശത്തിരുന്നു കൊണ്ട് അന്യദേശത്ത് ജോലി ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പൈസ സമ്പാദിക്കുകയും ചെയ്യുന്നു. വൻ സാമ്പത്തിക നേട്ടം ശേഷിയാണ് ഇതുകൊണ്ട് നമുക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 0 0 ആണ്. അതുപോലെ തന്നെ പച്ചയാണ് നിറം. മരതകമാണ് നിങ്ങളുടെ രത്നം. ശനിയാഴ്ചയാണ് നിങ്ങളുടെ ഭാഗ്യത്തിനായിട്ട് പറയാം. ഇനിയിപ്പോൾ ന്യൂമറോളജി പ്രകാരം 6 ഫോണിൻ്റെ അവസാന അക്കം, ഫോൺ നമ്പറിൻ്റെ അവസാന അക്കം 6 പറയുന്നത്. സൗഹൃദം, അതുപോലെ കുടുംബ ബന്ധം, പ്രണയബന്ധങ്ങൾ എന്നിവയിലൊക്കെ നിന്ന് സന്തോഷവും ജീവിത പുരോഗതിയൊക്കെ ഉണ്ടാകും. പുതിയ ജോലി, വീട്, ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഉയർച്ചയിലേക്ക് പോകുന്നു. ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനായിട്ടൊക്കെ സാധിക്കും. ഭാഗ്യ നമ്പർ 4 മഞ്ഞയാണ് നിങ്ങളുടെ ഭാഗ്യ നിറം. ഭാഗ്യരത്നം പുഷ്യരാഗമാണ്. ശനിയാഴ്ചയാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഫോൺ നമ്പറിൻ്റെ അവസാന അക്കം 7 പറയുന്നത്. മുൻജന്മ സുഹൃതം പോലെ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നു. നല്ല ഗുണങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ലഭിക്കും. അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് വലിയ രീതിയിലായിട്ട് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നു എന്നാണ് പറയുക ന്യൂമറോളജി പ്രകാരം. ഇനി നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2 ഭാഗ്യനിറം വെള്ളയാണ്. ഭാഗ്യരത്നം മുത്താണ്. ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ ഫോൺ നമ്പറിൻ്റെ അവസാന നമ്പർ 8 പറയാൻ പോകുന്നത്. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നല്ലൊരു പാഠം പഠിച്ചുകൊണ്ട് അനുഭവ സമ്പത്ത് നിങ്ങളിലുണ്ടാവും. ഈ അനുഭവ സമ്പത്തും നിങ്ങളുടെ നല്ല സമയവും സംയോജിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പുരോഗതിയും ജോലി തടസ്സങ്ങളൊക്കെ നീങ്ങും. സൗഹൃദ ബന്ധങ്ങൾ, പ്രണയകാര്യങ്ങളൊക്കെ നല്ല അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. ഭാഗ്യ നമ്പർ 3 ഭാഗ്യനിറം കറുപ്പാണ്. ക്രിസ്റ്റലാണ് നിങ്ങളുടെ ഭാഗ്യരത്നം. അതുപോലെ തന്നെ ശനിയാഴ്ചയാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസമായിട്ട് പറയാം. ഇനിയും ഫോൺ നമ്പറിൻ്റെ അവസാന 9 പറയുന്നത്. ജീവിതത്തിൽ പരിപൂർണ്ണ സന്തോഷം എന്താണ് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടില്ല. എന്നിട്ടും മുഖം നോക്കാതെ എന്നിട്ടും നിങ്ങൾക്ക് എന്നും ദുഃഖം ദുരിതങ്ങളും മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ജോലി കാര്യങ്ങളായാലും സൗഹൃദത്തിലായാലും നല്ല വിജയം ഉണ്ടാവും. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ബഹുമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 1 കടും ചുവപ്പാണ് നിങ്ങളുടെ ഭാഗ്യനിറം. ഞായറാഴ്ചയാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസം. ഗർനെറ്റാണ് നിങ്ങളുടെ ഭാഗ്യ രത്നമായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങളുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. വടക്കും ഭാഗത്ത് കരുന്നീലി മഠത്തിലെ ദേവതയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു പിടി മണ്ണ് എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് 101 രൂപ അതിൽ കൂടുതലോ അതിൽ കുറവായി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. മുൻപ് വീഡിയോയിൽ നമ്പർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.